ഒരിക്കൽ ആപ്പിൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച മകളെയും കൂട്ടി കടയിലേക്ക് പോയൊരച്ഛൻ. കടയിലെത്തിയപ്പോൾ 2 ആപ്പിളാണ് കുട്ടി വാങ്ങിയത്. ആ 2 ആപ്പിളിന് പൈസ മാത്രമേ അച്ഛൻ്റെ കയ്യിലുള്ളൂ. അച്ഛൻ വിചാരിച്ചു, ഒരാപ്പിൾ എനിക്ക് തരും, ഒരാപ്പിൾ അവളും കഴിക്കും. അവൾ 2 ആപ്പിളും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. ആദ്യം ഒന്ന് വാങ്ങി കടിച്ചു, രണ്ടാമത് വീണ്ടും അടുത്ത ആപ്പിൾ വാങ്ങി കടിക്കുക. അപ്പോൾ അച്ഛൻ വിചാരിച്ചു, എന്താണ് ഞാൻ എൻ്റെ കുട്ടിയെ ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്, ഞാൻ എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടം അച്ഛൻ്റെ മുഖത്ത് വന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മൊമെൻറ്റിൽ ആ കുട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് പറഞ്ഞു, അച്ഛാ ഈ ആപ്പിൾ കഴിച്ചോ, ഇതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, മറ്റേ ആപ്പിൾ അത്ര ടേസ്റ്റ് ഇല്ല. ആ ഒരു ഡയലോഗ് പറഞ്ഞതോടുകൂടി ആ അച്ഛൻ്റെ മുഖം സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ നിറയാണ്. കാരണം ആ ഒരു നിമിഷത്തിൽ, അതിന് മുമ്പുള്ള ഒരു നിമിഷത്തിൽ അച്ഛൻ മനസ്സിലാക്കിയത് എത്ര സ്വാർത്ഥമായിട്ടാണോ എൻ്റെ കുട്ടി വളർന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ മൊമെൻറ്റിൽ അച്ഛൻ മനസ്സിലാക്കുന്നത് എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്തതെന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാവാതെയുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. 2 ആളുകൾ ഉദ്ദേശിക്കുന്നതും പറയുന്നതും ആയി വരുന്നതും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ടായേക്കാം. ഒരു ഫാമിലി കൗൺസിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 ഇഷ്ടങ്ങളുള്ള, 2 ആഗ്രഹങ്ങളുള്ള, 2 ആറ്റിറ്റ്യൂഡുള്ള, 2 ആപ്റ്റിറ്റ്യൂഡുള്ള, 2 ലൈക്സ്, 2 ഡിസ്ലൈക്സ്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. ധാരണകൾ കൊണ്ട് പല ഇഷ്യൂസും സംഭവിക്കാം. നിങ്ങളൊരു ബിസിനസ്മാനാണോ, നിങ്ങൾ ഒരു അധ്യാപകനാണോ, നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണോ, ഇങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ മുൻധാരണകൾ കൊണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോട് മുൻധാരണ വെച്ചുകൊണ്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിക്ക് അനുഭവിച്ചതുപോലെ ഈ രക്ഷിതാവിൻ്റെ ഉള്ളിലുണ്ടായതുപോലെ തെറ്റായ കുറേ ചിന്തകൾ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ബി അവെയർ ഓഫ് ഇറ്റ്. സംസാരിക്കുന്നത് ഷാഫി കളത്തിങ്ങൽ. അപ്പോൾ എങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നൊരു സാധ്യതയും കൂടി ഉണ്ടല്ലോ. ഒന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കട്ട് ചെയ്യുക. മുൻധാരണയില്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാം. മോളി ആക്ട് കൊണ്ട് എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്ന്, അല്ലെങ്കിൽ കാത്തിരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. 2, എംപതി എന്ന് സൈക്കോളജിയിൽ പറയും. എംപതിയോടുകൂടി ഡീൽ ചെയ്യാമായിരുന്നു. നമ്മുടെ